മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എ ക്ലാസ് മീൻ പ്രണയത്തെക്കുറിച്ചുള്ള സി ദിവാകരന്റെ പരാമർശം ചർച്ചയാവുന്നു. നമസ്കാരം. ചിലർക്ക് ചൂരമീൻ വറുത്ത് മുന്നിൽ കൊണ്ടുവച്ചാൽ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പൊ ചില മീനുകളോട് നമുക്ക് ഇഷ്ടം തോന്നാം, ചിലത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അതൊക്കെ സ്വാഭാവികമല്ലേ? കേരളത്തിന്റെ മുഖ്യദാസനായതുകൊണ്ടാണോ പിണറായി വിജയൻ ഇന്ന മീൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയത്, ഇത്രയും വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചത്? അതൊക്കെ തെറ്റല്ലേ? ഒരാളുടെ ഭക്ഷണപ്രിയത്തെ സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ദിവാകരൻ ചേട്ടൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞതാ. ഇവരുടെ പാർട്ടിയുടെ എന്തോ ഒരു പരിപാടിക്ക് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരുന്നപ്പം ചൂര വറുത്ത് മുന്നിൽ കൊണ്ടുവച്ചു. തമ്പുരാൻ അതിൽ കുത്തി നോക്കി. അപ്പൊ ചൂര പറഞ്ഞു, ഞാൻ ചൂര ചൂര നെമ്മീൻ നെഹി നെന്മീൻ നെഹി. ബംഗാളികളല്ലേ ഇപ്പൊ ട്രെൻഡ്, അതുകൊണ്ട് ഇത്തിരി ഹിന്ദി കിടക്കട്ടെ. അപ്പോൾ ഉടനെ മുഖം കറുത്തു. പോയി എഴുന്നേറ്റ് പോയപ്പോഴേ ഇതൊക്കെ റെഡിയാക്കിയവന്മാരുടെ സംഘടിപ്പിച്ചവന്മാരുടെ മുട്ടിടിക്കാൻ തുടങ്ങി. ഇനി നമ്മളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയോ? അന്നേ ഇവിടെ ആണല്ലോ പോകം അല്ലേ, കോപം. ഉണ്ണാതെ പോയപ്പോഴേ യുവമാർക്ക് ഇത് ഒരു പേടിയില്ല. വല്ലതും പറ്റുമോ, നമ്മൾ വല്ലതും നടപടി എടുക്കുമോ? ഏതായാലും എങ്ങനെങ്കിലും തമ്പുരാന്റെ മനസ്സ് സന്തോഷിപ്പിക്കണം, എങ്കിലേ പാർട്ടിക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആലോചനയുടെ പേരിൽ പിറ്റേ ദിവസം വെളുപ്പിനെ 5 മണിക്ക് പാളയം ചന്തയിൽ ചെന്ന് ഇത്രയും പോകുന്ന ഒരു നെന്മീൻ, നല്ല ഫ്രഷ് നെന്മീൻ വാങ്ങിച്ച് തുണ്ടം തുണ്ടമായിട്ട് കട്ട് ചെയ്ത് നല്ല കറി ഉണ്ടാക്കി വറുക്കുകയും ചെയ്ത് അടുത്ത ദിവസം ഉച്ചഭക്ഷണത്തിന് വന്നിരുന്നപ്പോൾ, ഇന്നേതാ മീൻ? അഹങ്കാരമൊന്നുമല്ല കേട്ടോ, മീനോടുള്ള ഇഷ്ടക്കുറവ് അത്ര പറയുന്നുള്ളൂ. ഇന്നെന്താ മീൻ? നല്ല മീനാ, നെന്മീനാ. അപ്പൊ ഇന്ന് കിട്ടിയല്ലോ നെന്മീൻ, ഇന്നലെ എന്താ കിട്ടാതെ പോയത്? ഇതൊന്നും ഒരു ധാർഷ്ട്യമായിട്ട് വിചാരിക്കരുത്. വ്യക്തിപരമായ ഇഷ്ടത്തിന്റെയും ഭക്ഷണ രുചിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയം പറയാണെന്ന് കരുതരുതേ. ഇപ്പോൾ മുഖ്യദാസന്റെ സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ് വന്നിരുന്ന് ചൂരമീനാണ് നെന്മീനല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതെങ്കിൽ ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞാന് തമ്പുരാൻ കൂടിയതേ ഭുജിക്കൂന്ന്. അതാണ് വ്യത്യാസം. മത്സ്യം എന്തായാലും എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഒന്നും തിരിച്ചിട്ടില്ല. കയ്യിലിരിക്കുന്ന വകുപ്പ് വിദ്യാഭ്യാസം ആയതുകൊണ്ടേ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും കണ്ടുള്ള പരിചയം മാത്രമേ അണ്ണനെ അറിയത്തുള്ളൂ, അതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളൂ. അല്ലാതെ പല ഗുണനിലവാരത്തിലുള്ള മീനുകളുണ്ട്, പല വിലയിലുള്ള മീനുകളുണ്ട്, പല സൈസിലുള്ള മീനുകളുണ്ട്. ഇതൊന്നും അണ്ണനെ അറിയത്തില്ല. പല ക്ലാസ്സിലുള്ള മീനുകളുണ്ട് എന്നൊന്നും അണ്ണനെ അറിയത്തില്ല. നത്തോലി നെമ്മീനും എല്ലാം 50 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ആളാണ്. അങ്ങനെ കഴിക്കുന്നത്. ചില ആൾക്കാർക്ക് ചില മത്സ്യം ഇഷ്ടം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചില മത്സ്യങ്ങൾ ഇഷ്ടം ഉണ്ടാവില്ല. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് ചില മീൻ ഇഷ്ടമല്ല, ചിലർക്ക് ചില മീൻ ഇഷ്ടമാണ്, ചിലർക്ക് ചില മീൻ കഴിക്കുമ്പോൾ അലർജി വരും. അത് വേറെ. അങ്ങനെയാണോ അണ്ണ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു പരിപാടി സംഘടിപ്പിച്ച് എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുന്നു, ഒരു നേരത്തെ ആഹാരം മെനക്കെട്ട് ആളുകൾ ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ട് വെക്കുമ്പോൾ അത് കഴിക്കാൻ ചെന്നിരുന്നിട്ട് തൊട്ട് നോക്കിയിട്ട് ചൂരയെന്ന് കാണുമ്പം അതൊക്കെ ലോക്കൽ മീൻ, എനിക്ക് കൂടിയത് വേണം, ഞാൻ കൂടിയ സാധനമാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് അത് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് നമ്മുടെ ആ മീനോടുള്ള ഇഷ്ടക്കുറവാണോ കാണിക്കുന്നത്, അതോ ധാർഷ്ട്യമാണോ? അല്ല, വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളായിരുന്നു. ചില ആൾക്കാർ ബീഫ് കഴിക്കും, ചില ആൾക്കാർ മട്ടൺ കഴിക്കും, ചില ആൾക്കാർ ചിക്കൻ കഴിക്കും, ചില ആൾക്കാർ പോത്തിറച്ചി കഴിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് തിരികെ കയറ്റാൻ പറ്റുന്നതൊക്കെ തിരികെ കയറ്റുക. മീനിൻ്റെ കാര്യം സംസാരിച്ചാലും ബീഫ് വിട്ടൊരു കളിയില്ല. ചിലർ ബീഫ് കഴിക്കും, ചിലർ പോത്ത് കഴിക്കും, ചിലർ ചിക്കൻ കഴിക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതായത് ഭക്ഷണ വൈവിധ്യത്തെ, ആളുകളുടെ ഭക്ഷണം കഴിക്കാനുള്ള ആ ആഗ്രഹത്തെ, ആ താല്പര്യത്തെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ലോകം കണ്ട ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ നമ്മുടേത്. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അത് വ്യക്തിപരമായ ഇഷ്ടത്തിന്റെയും ഭക്ഷണ രുചിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതാണ് പോയിന്റ്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ത് ആഹാരം കഴിക്കണോ, അതെങ്ങനെ കഴിക്കണം, സ്പൂൺ കൊണ്ട് കഴിക്കണോ, വാരി കഴിക്കണോ, അല്ലാതെ നക്കി തിന്നണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ സുരേഷ് ഗോപി ചെന്നിരുന്ന് കഴിക്കാൻ നേരത്തെ ഇലയൊന്ന് തുടച്ചാൽ അത് പ്രശ്നമാണ്. ആർക്കെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് കൈ സാനിറ്റൈസർ ഇട്ടാലോ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയാലോ അത് പ്രശ്നമാണ്. അതൊക്കെ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരുമാതിരി നിങ്ങളൊക്കെ ചെറുത് ഞാൻ വലുത് ആ ഒരു മനോഭാവം. പക്ഷെ മുഖ്യദാസൻ കാണിച്ചാൽ അതൊക്കെ നാച്ചുറൽ. പിന്നെ ദിവാകരന് എന്താ ഓർമ്മപ്പശുവാണെന്ന് എനിക്കറിയില്ല. അയ്യോ, അപ്പൊ ദിവാകരൻ കൊച്ചാട്ടനും ഓർമ്മപ്പശു തുടങ്ങിയോ? എല്ലാത്തിനും ഓർമ്മപ്പശു ആണല്ലോ. എല്ലാത്തിനും ഒറ്റ വണ്ടിയെ കയറ്റി അമേരിക്കയിലോട്ട് കൊണ്ടുപോയേ. നമ്മുടെ മുഖ്യദാസൻ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ അംനീഷ്യയ്ക്ക് വല്ല ചികിത്സ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങനെ ഓർമ്മ പെശക് സംഭവിച്ചാൽ മൊത്തം പെശകും. വെളുപ്പക്കാലത്ത് 5 മണിക്ക്
പാളയം മാർക്കറ്റിൽ നിൽക്കുകയാണ് മീനാക്കി. അങ്ങേര് എന്ത് വിശദമായിട്ട് എന്ത് രസകരമായിട്ടാണ് ആ സംഭവം എല്ലാം പറഞ്ഞത്. മീൻ തിന്നാതെ എഴുന്നേറ്റ് പോയതും പിറ്റേ ദിവസം നെന്മീൻ തിന്നതും അവർ ചിരിച്ചതും പറഞ്ഞതും കാര്യങ്ങളൊക്കെ എത്ര കൗതുകകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച്. ഓർമ്മപ്പശകൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ലല്ലോ. ഇനി മുഖ്യദാസന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നിരിക്കണം. ദിവാകര കൊച്ചേട്ടൻ്റെ ഓർമ്മപ്പശക് കൊണ്ട് മുഖ്യദാസന്റെ പേര് വായിന്ന് വന്നതാണെന്നാണോ ഉദ്ദേശിച്ചത്, അതോ ചൂരയ്ക്ക് പകരം അന്ന് കിളിമീനാണെന്നാണോ? എന്താ ഓർമ്മപ്പശക് എവിടെ സംഭവിച്ചു എന്ന് അണ്ണൻ ഈ ഉദ്ദേശിക്കുന്നത്? അണ്ണന് മൊത്തം പെശകി കിടക്കുക. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞ് ഊരുന്നതല്ലേ നല്ലത്. എനിക്കറിയില്ല, പക്ഷേ വളരെ കുറച്ച് കഴിക്കും. പക്ഷെ വളരെ കുറച്ചൊക്കെ കഴിച്ചാൽ എങ്ങനെ ഭരണചക്രം തിരിക്കാൻ പറ്റുന്നു? ഓട്ട വീണതാണെങ്കിൽ ഒരു കപ്പൽ അവശേഷിക്കുന്നില്ലേ? അപ്പോൾ ഉന്തിത്തള്ളി അതിനെ ഒരു 2 മാസം കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ കുറച്ചൊക്കെ കഴിച്ചാൽ എങ്ങനെയാ? ഒരു 8-9 നേരമൊക്കെ കഴിക്കണം കേട്ടോ. ഒന്നും തീരെ കഴിക്കാതിരിക്കരുത്. ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കാതെ. ദിവസം ചെല്ലും തോറും മനുഷ്യനെ നിങ്ങളിങ്ങനെ കരയിപ്പിക്കുകയാണല്ലോ. കഴിക്കണം, എല്ലാവരും കഴിക്കണം കേട്ടോ. വയറ് നിറച്ച് കഴിച്ച് ഏമ്പക്കവും വിട്ട് ചുരുട്ടി കിടന്നുറങ്ങണം. അതിലെ ഒരു 1-2 ഇഡലിയോ ദോശ അങ്ങനെ എന്തെങ്കിലും, ഉച്ചയ്ക്ക് ചെറിയൊരു കറിയും, അങ്ങനെയൊക്കെ. അതാണ് വളരെ കുറച്ചെന്ന് പറഞ്ഞത്. 1-2 ഇഡലിയോ ദോശ എന്തെങ്കിലും കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കും, പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ അങ്ങനെ ആഹാരം. 3 നേരം ആഹാരം കഴിക്കുന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു നേരത്തിലൊക്കെ ഒതുക്കിയെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കല്ലേ. നമ്മളെല്ലാവരും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 നേരമൊക്കെ അല്ലേ കഴിക്കുന്നത്. ഓരോ ക്ലോക്കിൽ ഓരോ മിനിറ്റ് മാറുന്നതനുസരിച്ചാണല്ലോ നമ്മളൊക്കെ കഴിക്കുന്നത്. അല്ല, ചിലപ്പോൾ ഓർമ്മിക്കാത്ത പറഞ്ഞായിരിക്കും. അല്ലണ്ണ, ഭക്ഷണപ്രിയനാണ് ഒരാളെന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ആക്ഷേപമായിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ദിവാകരൻ കൊച്ചേട്ടൻ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പിണറായി വിജയൻ ആളൊരു ഭക്ഷണപ്രിയനാണ്. അതങ്ങനെ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കുറയാൻ പോകുന്നുണ്ടോ? ഏതായാലും അന്ന കുറവിൻ്റെ അത്ര ഇല്ലല്ലോ. ഇതൊക്കെ മനുഷ്യർക്ക് ഏതായാലും സമ്മതിച്ചു തരാവുന്ന ഒരു കാര്യം. ഒരാൾക്ക് ആഹാരം കഴിക്കാൻ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, കഴിക്കട്ടെ. ആളുകൾ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അതിലല്ലാതെ ജീവിക്കുന്നവരും ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ പിന്നെ അതൊക്കെ സമ്മതിച്ചു തരുന്നത് വലിയ ആക്ഷേപമായിട്ട് കണക്കാക്കുന്നത് എന്താ? ഭക്ഷണം കഴിക്കാത്ത ആളാണ്, കഴിക്കാതായാലും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ദിവാകരൻ നല്ല ഫുഡ് കഴിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ദിവാകരനാ ഫുഡ് കഴിക്കുന്ന ആളെന്ന്? അതിന് അങ്ങേര് പറഞ്ഞില്ലല്ലോ അങ്ങേര് ആഹാരം കഴിക്കാതെ വായുവും വെള്ളവും കൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. അല്ല, ഇതെന്താന്നേ പ്രശ്നം? എന്താ ആഹാരം കഴിക്കുന്ന ആളാന്ന് സമ്മതിച്ചാൽ എന്താ? നിങ്ങൾക്ക് നാണക്കേടാണോ? അതൊരു പുസ്തകമാകുമ്പോൾ ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ? എരിവും പുളിയും കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും നമ്മുടെ പരാജയരാജൻ ചേട്ടൻ്റെ പുസ്തക പ്രകാശനത്തിന് നമ്മുടെ കട്ടൻ ചായയും പരിപ്പുവടയും കുടിക്കാനേ നിങ്ങളാരും പോകാഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യം സംസാരിക്കാനുള്ളൂ. ഉച്ചയ്ക്ക് ഒരു നേരം വല്ലപ്പോഴും റൊട്ടിയൊക്കെ കഴിച്ച് വന്ന ആള് മുന്നിൽ എന്ത് കിട്ടിയാലും അത് തിന്നാൻ ബാധ്യസ്ഥനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം മുഖ്യദാസന് ചൂര ഇഷ്ടമില്ലായിരുന്നു എന്നുള്ള കാര്യം പുതിയ അറിവായിട്ട് കിട്ടി അന്തം കമ്മികളെല്ലാം കൂടെ നാളെ തൊട്ട് ചൂര ബഹിഷ്കരിക്കാനൊന്നും തുടങ്ങിയേക്കല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചൂരയൊക്കെ കഴിക്കുന്നവരാ. കടലിന് ചൂര തപ്പി കണ്ടുപിടിച്ച് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും തുനിഞ്ഞേക്കല്ലേ. പിന്നെ കുറേ ആളുകൾ പറയും, പക്ഷെ ഒരു മീൻ കഴിക്കുന്ന കാര്യമൊക്കെ ഇത്രയും വലിയ വിഷയമാക്കി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? മീൻ കഴിക്കുന്നത് എന്നുള്ളതല്ല ഇതിലെ വിഷയം. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സംഭവം, അത് മീൻ കഴിക്കാത്ത ആളൊന്നുമല്ല, മീനിൽ തന്നെ കൂടിയതേ കഴിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയോടെ വന്നിരിക്കുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച ആഹാരത്തിലൊന്ന് തൊട്ട് പോലും നോക്കാതെ ഒരു ഭാഗം പോലും കഴിക്കാതെ അവിടെ ഒന്ന് എഴുന്നേറ്റ് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ആ സ്വതവേയുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അഹങ്കാരിയാണെന്നതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആഹാരത്തിനോട് വരെ ഇത്രയധികം അത് കാണിക്കുന്ന ആളാണെന്നുള്ളത് പുതിയ അറിവാണ്. പിന്നെ ദിവാകരൻ കൊച്ചേട്ടാ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചൂര കഴിച്ചിട്ടുണ്ടോ? ചൂര കഴിക്കുന്ന ആളുകളോട് എന്തെങ്കിലും വൈരാഗ്യം കാണിക്കാറുണ്ടോ? ഇതും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞേക്കണേ. ഞങ്ങൾക്കറിയാത്ത പല കഥകളുമാണ് ഇപ്പോൾ ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്കറിയാനൊക്കത്തില്ല. പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ ചൂര ഇഷ്ടമുള്ള ആളുകളെ അല്ലെങ്കിൽ ചൂര മാത്രം കഴിക്കുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വല്ല നടപടി എടുത്താലോ അല്ല നാട് കടത്താൻ വല്ലോ ഒക്കെ ഒരുമ്പെട്ടാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഏതായാലും ഇത്രയും ലളിതമായ ഭക്ഷണപ്രിയം ഉള്ള ആളോട് ഒരു നന്ദി കൂടി രേഖപ്പെടുത്താനുണ്ട്. നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റേഷൻ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞു. റേഷൻ അരിക്കകത്ത് കുറച്ച് വെജിറ്റബിളും കട്ട് ചെയ്തിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയും സൈഡിൽ വെച്ചിട്ട് മുട്ട ബിരിയാണിയാണെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളത് കഴിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതിനൊരു പ്രത്യേക കൃതജ്ഞത താങ്കൾക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ തോന്നിയത് കൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നെന്മീൻ തീറ്റ തുടരട്ടെ.